എല്ലാവർക്കും good evening. Respected principal, other teachers, and my dear friends. നമ്മൾ ഇന്ന് നമ്മുടെ ഈ വാക്കുകളും അക്ഷരങ്ങളൊക്കെ നമ്മൾ പങ്കുവെക്കുന്ന ഈ എളിയ വേദിയുടെ 30th എപ്പിസോഡാണ്. അപ്പൊ നമുക്ക് ഇന്ന് ഗസ്റ്റായി വന്നിട്ടുള്ളത് നമ്മുടെ തന്നെ MI കുടുംബത്തിലെ ഒരു അംഗമായിട്ടുള്ള മിസ് ഷൗക്കീനയാണ്. ഷൗക്കീന മിസ് നമ്മുടെ MI ഹൈസ്കൂൾ MI സെക്കൻഡറി ഫോർ ഗേൾസിലെ ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസിന്റെ അധ്യാപകയാണ്. അപ്പോ ടീച്ചറുടെ വാക്കുകളിലൂടെ ടീച്ചറുടെ കണ്ണുകളിലൂടെ നമ്മളെ ഏറെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിട്ടുള്ള MTയുടെ മഞ്ഞാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. അപ്പൊ ടീച്ചർക്ക് ഹൃദയം നിറഞ്ഞ ഞങ്ങളുടെ ഈ കോളേജിലേക്ക് ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം. നമുക്ക് ടീച്ചറുടെ വാക്കുകൾ കേൾക്കാം. ടീച്ചർ പ്ലീസ് ടീച്ചർ കേൾക്കുന്നുണ്ടോ ടീച്ചർ? ടീച്ചർ മൈക്ക് ഓൺ ചെയ്തിട്ടില്ല. ടീച്ചർ മൈക്ക് ഒന്ന് ഓൺ ചെയ്യണേ. കേൾക്കണ്ടോ പറഞ്ഞത്? ഇപ്പൊ ഇനി മുതൽ കേൾക്കും. ഗുഡ് ഈവനിങ് എല്ലാവർക്കും. നല്ല ഒരു സായാഹ്നം ആശംസിക്കുന്നു. താങ്ക് യു റെജീന. എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സൗണ്ട് ഇത്തിരി കുറവാണ്, കാരണം 2 ദിവസമായിട്ട് ജലദോഷം ഒക്കെയാണ്. തൊണ്ടക്ക് ഭയങ്കര സ്ട്രെയിൻ ഉണ്ട്. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ മൈക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അത്രയും നമ്മളെ തശ്മീറ പറഞ്ഞതുകൊണ്ട് എത്ര ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടും അവള് സമ്മതിച്ചില്ല. അത് കാരണമാണ് ഞാനിന്ന് ക്ലാസ് റിവ്യൂ ഒന്ന് പറയാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവുന്ന ബുക്ക് തന്നെയാണ്. കുറച്ച് മുമ്പ് വായിച്ചതാണ്. നമ്മുടെ എല്ലാവർക്കും അറിയാലോ, പ്രിയങ്കനായിട്ടുള്ള എഴുത്തുകാരനായ MTയുടെ മഞ്ഞാണ് ഞാൻ കുറച്ച് മുമ്പ് വായിച്ചതാണ്. അപ്പോൾ അതൊന്ന് റിവ്യൂ പറയാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും അല്ലേ? വായിക്കാത്ത ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യമേ പറയാണ്, വായിച്ചിരിക്കണം. ഫസ്റ്റിലെ ഒരു അഭ്യർത്ഥനയായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ബുക്കാണ്, വായിച്ചിരിക്കണം. അപ്പോൾ വായിച്ചിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയായിരുന്നു. ആരെങ്കിലും ഉണ്ടോ? അതും എനിക്ക് കേൾക്കാനില്ല. അപ്പോ ഞാൻ തുടങ്ങട്ടെ. ഓക്കെ മിസ്. ഓക്കെ. അപ്പോ ഇതിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള വിമല എന്ന ഒരു വിമലാജി എന്ന് വിളിക്കുന്ന വിമല എന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ വിമലയുടെ ഓരോ കാര്യവും ഓരോ ചലനവും അതിന്റെ വിഷാദ കാര്യങ്ങളും അതിലൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് ഒരു സ്ത്രീ ആയിരിക്കും ഈ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ടാവുക എന്നാണ് തോന്നുക. പക്ഷെ അത്രക്കും പെർഫെക്ഷൻ ആയിട്ടാണ് നമ്മളെ വിമലയെ നമുക്ക് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ MT പോയിട്ട് നമ്മളെ പ്രിയങ്കരനായിട്ടുള്ള ഒരു എഴുത്തുകാരന് വളരെ മനോഹരമായിട്ടാണ് വിമല എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. വിമല ഒരു സ്കൂൾ ടീച്ചറാണ്. സുവോളജിയാണ് സബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോ ഉത്തരാഖണ്ഡിലാണ് ഈ കഥ നടക്കുന്നത്. ഉത്തരാഖണ്ഡിലെ വളരെയധികം തണുപ്പ് ഏറിയൊരു സ്ഥലത്താണ് നമ്മുടെ കഥ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ വിമല ഒരു സ്കൂൾ വാർഡൻ കൂടിയാണ്. അപ്പൊ തണുപ്പ് ഞാനിത് ആദ്യമേ പറയുന്ന ഈ ബുക്കൊക്കെ വായിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് വായിക്കാനും അതുപോലെ ഒരു അടഞ്ഞ മുറിയിലിരുന്ന് വായിക്കാനുമാണ് ഏറെ ഇഷ്ടപ്പെടുക. കാരണം ആ ഒരു എഴുത്തിലൂടെ ആ ഒരു അക്ഷരങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനും അനുഭവിക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ആ ഒരു പ്രദേശത്തെ ഒരു കാലാവസ്ഥയും അതേപോലെ തണുപ്പേറിയിട്ടുള്ള നല്ല കാറ്റുകളും ഒക്കെ നമുക്ക് ഈ വായനയിലൂടെ അക്ഷരങ്ങളിലൂടെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. വിമല ഒരു ഹോസ്റ്റലിലെ വാർഡനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒരു വെക്കേഷന്റെ സമയത്ത് നാട്ടിലേക്കൊക്കെ പോകാറുണ്ട്. കുട്ടികളും അധ്യാപകരൊക്കെ പോകുന്ന സമയത്തും നമ്മുടെ വിമല മാത്രം പോകാറില്ല. അപ്പൊ എല്ലാവരും ചോദിക്കും എന്താ നാട്ടിലേക്ക് പോകാത്തതെന്ന്. വിമലക്ക് നാട് ഇല്ലായിട്ടോ അല്ലെങ്കിൽ വീടില്ലായിട്ടോ ഒന്നല്ല അവള് പോവാത്തത്. വീട്ടില് അച്ഛനും അമ്മയും സിസ്റ്ററും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. പക്ഷെ വിമല പോകാൻ തയ്യാറാവാറില്ല. കാരണം അവൾക്ക് അവളെ വീട് അത്ര ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷമായിട്ട് അവൾ കണക്കാക്കിയിട്ടില്ല.
വേറെ ഒന്നും കൊണ്ടല്ല, അവൾക്ക് അവളുടെ അമ്മയേക്കാളും കൂടുതൽ ഇഷ്ടം അച്ഛനോടായിരുന്നു. പൊതുവെ നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഉള്ള ഒരു കാര്യമാണ് അല്ലെ, അമ്മയെക്കാളും ഇഷ്ടം അച്ഛനോടായിരിക്കും. മിക്ക വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെയും അങ്ങനെയാണെന്ന് നമ്മൾ വിചാരിക്കണം. പക്ഷെ ഇവൾക്ക് ഒരു കാരണം കൂടി ഉണ്ട് അവൾക്ക് അച്ഛനെ ഇഷ്ടപ്പെടാൻ. അമ്മയെ അവള് ഇതില് ഒരു മോശമായിട്ടുള്ള ആയിട്ടാണ് കുറച്ച് ചിത്രീകരിച്ചിട്ടുള്ളത്. മറ്റൊരാളുമായിട്ട് ബന്ധം ഉണ്ട് വിമലയുടെ അമ്മയ്ക്ക്. അതുകൊണ്ടാണ് അവള് നാട്ടിലേക്കോ വീട്ടിലേക്കോ ഒന്നും പോവാതെ അവളുടെ ഹോസ്റ്റലുമായിട്ട് കഴിഞ്ഞു പോകാൻ കാരണം. അതുകൊണ്ട് തന്നെ അവള് പിന്നെ അപ്പൊ നിങ്ങൾ ചോദിക്കും സിസ്റ്ററൊക്കെ അവിടെ ഇല്ല എന്നുള്ളത് ചോദിക്കും. സിസ്റ്റർ ഉണ്ട്, പക്ഷെ അതൊന്നും ഇതില് ആഴത്തിലേക്ക് പറഞ്ഞില്ല. സിസ്റ്റർ അത് മായി പൊരുത്തപ്പെടുന്ന ഒരാളായിട്ടാണോ എന്ന് വിചാരിക്കുന്നു നമ്മള്. പിന്നീട് നമുക്ക് ഇതിലേക്ക് ഒരു കടന്നു വരുന്ന കഥാപാത്രമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുധീർ കുമാർ മിശ്ര എന്ന ഒരു കഥാപാത്രമാണ് കടന്നു വരുന്നത്. വളരെ ആഴത്തിലുള്ള ഒരു ബന്ധമോ അതല്ലെങ്കിൽ ഇവരെപ്പോഴും കാണാറോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ഒരുമിച്ച് ഉള്ള സംഭാഷണം കാര്യങ്ങളൊന്നും അധികം വരുന്നില്ല. കുറച്ച് സന്ദർഭങ്ങളിൽ മാത്രമേ ഇവര് ഒരുമിക്കാറും അതേപോലെ കാണാറും ഉള്ളത്. ഇവര് അങ്ങനെ കുറച്ച് ഇടങ്ങൾ വെച്ച് ഉത്തരാഖണ്ഡിലെ ചില ക്ഷേത്രങ്ങൾ വെച്ചിട്ട് ഇവർ കാണാറും സംസാരിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ സുധീർ കുമാർ മിശ്ര എന്ന ആ ഒരു കഥാപാത്രം ഇതിൽ നിന്ന് മായുകയാണ്, അപ്രത്യക്ഷമാവുകയാണ്. അതുകൊണ്ടായിരിക്കും അതിൽ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള വരികൾ വന്നിട്ടുള്ളത്, വരും വരാതിരിക്കൂല. കാരണം നമ്മളൊക്കെ പലപ്പോഴും അല്ലെ നല്ലൊരു പ്രതീക്ഷയുടെ ആ ഒരു ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരാളായിരിക്കും. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. വിമലയും തന്നെ വളരെ അധികം ആത്മാർത്ഥയോടെ സ്നേഹത്തോടെ ഇന്നും അവള് ആ ഒരു കാത്തിരിപ്പിലാണ്. പിന്നീട് നമ്മള് ഇതിലേക്ക് വരുന്ന ഒരു കഥാപാത്രമാണ് വിമലയെ പോലെ തന്നെ ഒരു കാത്തിരിപ്പിന്റെ ഒരു കഥാപാത്രമാണ് ബുദ്ധു എന്ന ഒരു ചെറുപ്പക്കാരൻ ഇതിൽ ഉണ്ട്. അപ്പൊ ബുദ്ധു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമല ഒരു തോണിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അവൾക്ക് ചില സന്ദർഭങ്ങളിൽ തോണിക്കാരനായിട്ട് വന്നിരുന്ന ഒരാളുണ്ട്. അപ്പോ അദ്ദേഹത്തിന്റെ മരണവുമായി കുറച്ച് പ്രായമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് പിന്നീട് വന്ന് കയറിയ ഒരാളാണ് നമ്മുടെ ബുദ്ധു. അപ്പൊ ബുദ്ധുവിനോട് ചോദിക്കുന്നുണ്ട്, വിമല ചോദിക്കുന്നുണ്ട് എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എൻ്റെ പേര് എല്ലാവരും എന്നെ കളിയാക്കി വിളിക്കുന്ന പേര് ബുദ്ധു എന്നാണെന്ന്. ബുദ്ധു നമ്മുടെ വിമലയെ പോലെ ഒരു കാത്തിരിപ്പിന്റെ ഒരു കഥാപാത്രമായിട്ടാണ് ഇരിക്കുന്നത്. ബുദ്ധു കാത്തിരിക്കുന്നത് ആരാണെന്ന് അറിയണ്ടേ? അവന്റെ അച്ഛനെ തന്നെയാണ്. അമ്മ ഉണ്ട് ബുദ്ധുവിന്. അമ്മ ഇതേപോലെ ഒരു ചിത്രീകരിച്ചിട്ടുള്ളത് ഒരു മോശം സ്ത്രീ ആയിട്ട് തന്നെയാണ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബുദ്ധുവിന് അവന്റെ അച്ഛൻ ആരാണെന്നോ അല്ലെങ്കിൽ അച്ഛനെ ഒന്ന് കാണാനുള്ള ഒരു മോഹത്തിൽ കാത്തിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ബുദ്ധു വിമലയോട് പറയുന്നുണ്ട് ഒരു നാൾ നമുക്കും കാണാം, പ്രതീക്ഷ കൈവിടാതെ അവർ രണ്ടുപേരും ഇരിക്കുകയാണ്, വരും തരാതിരിക്കില്ല എന്ന വാചകം തന്നെയാണ് പിന്നീടും വരുന്നത്. അങ്ങനെ വിമലയുടെ അച്ഛൻ മരണപ്പെടുകയാണ്. വിമലയുടെ അച്ഛൻ മരണപ്പെടുന്ന സമയത്ത് വിമല പിന്നെ അവളെ നാട്ടിലേക്ക് പോകാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകാൻ ഇടയാവുകയാണ്. അവൾ അത്ര കംഫർട്ടബിൾ അല്ല അവിടെ. കാരണം നമുക്ക് മുമ്പ് പറഞ്ഞല്ലോ, അച്ഛന്റെ മരണത്തിന് അവള് വീട്ടിലേക്ക് പോകുന്ന അവളെ പിന്നെ അമ്മക്ക് അത്രത്തോളം അമ്മയുമായിട്ട് അവൾ അത്രത്തോളം അടുപ്പമില്ലാത്ത കാരണം അവള് പറയുന്നുണ്ട് പിന്നെ അമ്മ ആ മരണത്തിൽ അത്ര ഒരു ദുഃഖിതായിട്ടൊന്നും അവൾ കണ്ടില്ല എന്നാണ് പറയുന്നത്. ആ സന്ദർഭങ്ങളിലാണ് നമ്മുടെ ബുക്കിൽ പറഞ്ഞ പോലെ ഒരു വരികളിലെ മരണം രംഗബോധമില്ലാത്ത കോമാളിയാണ് അല്ലെ, അതിമനോഹരമായിട്ടാണ് ആ ഒരു മരണത്തെ അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള MT അവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെ. നമുക്ക് ആ ഒരു ചില സിനിമകളിലൊക്കെ ആ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, മരണത്തെ എത്ര മനോഹരമായിട്ടാണ് അല്ലെ ജീവിതമാകുന്ന നമ്മുടെ നാടകത്തില് അല്ലെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു കോമാളിയായിട്ട് വരുന്നത് അല്ലെ. ചില സന്ദർഭങ്ങളിൽ മരണത്തെ നമുക്ക് കോമാളിയായിട്ടാണ് കണക്കാക്കാൻ പാടുള്ളൂ അല്ലെ. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് മരണം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. പിന്നീട് നമ്മളെ ഒരു അജ്ഞാതൻ കൂടി നമ്മുടെ കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അത്ര കൂടുതൽ കഥാപാത്രങ്ങളൊന്നുമില്ല, എന്നാൽ ഒരു കഥാപാത്രം കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തെ നമ്മൾ ഒരു ലൗഡർ ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടുന്നുള്ളൂ. കുറച്ച് നമ്മുടെ വിഷാദ ഒരു കാര്യമാണ് നമ്മുടെ വിമല അല്ലെ.
അപ്പോൾ വിമലന്റെ അടുത്ത് ഇത്രയും ഉറക്കെ സംസാരിക്കുന്ന ഒരാള് വരുന്നതാണ്. അദ്ദേഹത്തിന്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ സംസാരം നമുക്ക് എന്താണ് ചില സമയങ്ങളിൽ നമുക്ക് തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ വിമലയും തന്നെ അത്രത്തോളം അത് ഇഷ്ടപ്പെടുന്നില്ല അയാളുടെ സംസാരവും. ഇടയ്ക്കെപ്പോഴോ അയാൾക്ക് ഒരു ഇഷ്ടം വിമലയോട് തോന്നുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വ്യക്തമായിട്ടുള്ള ഒരു മറുപടിയും വിമല കൊടുക്കുന്നില്ല. പിന്നീട് ആ ഒരു കഥാപാത്രവും അതിൽ നിന്ന് പോവുകയാണ്. കുറച്ച് കഥാപാത്രങ്ങളൊക്കെമായിട്ട് തന്നെയാണ് ഈ ഒരു കഥ മുഴുനീളെ തുടങ്ങിയിട്ടുള്ളത്. അതില് ലാസ്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ വരാതിരിക്കില്ല എന്ന ഒരു വാചകത്തിൽ തന്നെയാണ് വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിപ്പിലൂടെ അവള് സ്നേഹത്തോടെ ഇന്നും ആ ഒരു സുധീർ കുമാർ മിശ്രയെ കാത്തിരിക്കുക തന്നെയാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വായിക്കാം. ഇതാ മലകളുടെ കുഴിമാടത്തിൽ വർഷങ്ങളുടെ തടവുകാരി എന്നാണ് വിമല വിമലനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. വിമല ഒരു തടവുകാരി ഒന്നല്ല അല്ലേ, നിങ്ങൾക്കും അറിയാലോ അല്ലെ. ഒറ്റക്ക് താമസിക്കുന്ന ആള്, അതേമാതിരിക്ക് അവൾക്ക് ജോലിയുണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഏണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരാള് ഒരിക്കലും ഒരു തടവുകാരി ആവൂല. ബോൾഡായിട്ടുള്ള ഒരാളായിരിക്കും. പക്ഷെ എന്നാലും എവിടെയൊക്കെയോ അല്ലെ നമുക്കും അറിയാം ഒരു തടവുകാരി ആയിരിക്കും അല്ലെ, നമുക്ക് മനസ്സിലാവും അല്ലെ. ആ ഒരു പ്രസൻസ് നമ്മൾക്ക് വരും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് എവിടേക്കും പോകാനില്ലാതെ അവൾ ഇപ്പോഴും ആ ഹോസ്റ്റലിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. നാട്ടിലേക്കോ വീട്ടിലേക്കോ ഒന്നും പോവാതെ നിൽക്കുകയാണ്. അപ്പൊ അവളും നമുക്ക് ഒരറിയാം അല്ലെ, ഒരു ചെറിയ ഒരു ലെവലിലെങ്കിൽ നമുക്ക് തടവുകാരിയായിട്ട് തന്നെയാണ് നമുക്കും അനുഭവപ്പെടാറുള്ളത്. എന്നാലും ഒരിക്കലും ഇനി വരുമോ എന്ന് അറിയും കൂടി ഇല്ല അല്ലെ. സുധീർ കുമാർ മിശ്ര വരുമോ എന്നും കൂടി അറിയില്ല. ആ ഒരു സമയത്തും അവള് പ്രതീക്ഷയോടെ അല്ലെ, വളരെയധികം ഒരു സ്നേഹത്തോടെ ഇന്നും കാത്തിരിക്കുകയാണ് അല്ലെ. വരാതിരിക്കില്ല. ഈ ഒരു വാചകത്തോടെ കഥ അവിടെ അവസാനിക്കുകയാണ് അല്ലെ. ഇപ്പൊ ഞാന് ഇത്രയേ ഉള്ളൂ, മുഴുവനായിട്ടുള്ള ആ ഒരു ചുരുക്കമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതില് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മഴയും മഞ്ഞും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് തോന്നാറുള്ളത്? എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഇന്നും മഴ മഞ്ഞ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് ഒരു വിഷാദം തന്നെയാണ്, ഒരു സങ്കടം. അത് എന്താന്ന് എനിക്കറിയില്ല. ചിലവർ പറയും മഴ വന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എനിക്ക് കാണാൻ ഭയങ്കര സന്തോഷം, കാണാനൊക്കെ സന്തോഷം തന്നെയാണ്. പക്ഷെ എപ്പോഴോ ഒരു ഇരുട്ട് മൂടിയ അല്ലെങ്കിൽ മഴ അല്ലെങ്കിൽ മഞ്ഞ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും എന്താ വരിക, ഒരു സങ്കടമാണ് വരാറുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയൂ. ആരുടെയും വോയിസ് കേൾക്കണില്ല. ടീച്ചർ പറഞ്ഞത് ശരി. നമുക്ക് വരുമ്പോ നമുക്കൊരു മനസ്സിന് കുളിർമ തോന്നും. പക്ഷെ അപ്പൊ വേണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആരെങ്കിലും അടുത്തില്ല, നമുക്ക് ഭയങ്കര മിസ്സിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു മൊമെന്റ് അതാണ്. അതെ, നമുക്ക് മനസ്സിന് സന്തോഷം, അറ്റ് ദ സെയിം ടൈം നമുക്കപ്പോ എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഫീൽ ചെയ്യുന്ന ഒരു സമയം അതാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊന്ന് പലരും മഴയും മഞ്ഞും കാണുമ്പോൾ വേഗം ഇപ്പത്തെ നല്ല നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കും. അതെ അതെ അത് ആ ഒരു മിസ്സിങ്ങിന്റെ ഭാഗമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെ അതെ. മറ്റാരെങ്കിലും ഉണ്ട് അഭിപ്രായങ്ങൾ പറയാൻ? എല്ലാവരും മൈക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് ആരുടെയും വോയിസ് ഒന്നും കേൾക്കണില്ല. എല്ലാവരും ഇവിടെ ഉണ്ടോ? ഉണ്ട്, ഇവിടെ ഉണ്ട്. പറഞ്ഞത് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. സംഭവം നമ്മള് മഴ കവിതയിലും കഥയിലൊക്കെ ഭയങ്കര മനോഹരിയായിട്ടൊക്കെ അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും കൂടെ മൊത്തത്തിലല്ലേ നമുക്കൊരു മൂടി കെട്ടിയിട്ട് അന്തരീക്ഷം, നമ്മുടെ മൈൻഡും അങ്ങനെ ആയി പോകും.
എനിക്കും അങ്ങനത്തെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ആള് കൂടെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നനയാൻ രസമാണ്. അല്ലെങ്കിൽ നമ്മള് അത് അത്ര അങ്ങനെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ ആവില്ല. എന്റെ ഒരു ആ, ഒപ്പീനിയൻ അങ്ങനെ തന്നെയാണ്. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാം ഡിപ്പെൻസ് ആണ്, നമ്മുടെ മൂഡ് പോലെ ഇരിക്കും. മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ അതെ, അത് അതെ. എൻജോയ് ചെയ്യുന്ന ആ ഒരു അവസ്ഥ എന്ന് പറയുമ്പോ ഉം, ഉം, ഉം. അപ്പൊ എല്ലാവരും ഈ ബുക്ക് വായിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. വായിക്കാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? തീർച്ചയായും വായിക്കണം. നല്ലൊരു ബുക്കാണ്, എല്ലാവർക്കും അറിയാലോ അല്ലെ. MTയുടെ കഥകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നോവലാണ് മഞ്ഞ് എന്നുള്ളത്. നിങ്ങൾക്ക് ഇനി ഏതാന്ന് എനിക്കറിയില്ല. താങ്ക് യു മിസ്. തീർത്തും എന്താ പറയാ, ഒരു ടീച്ചറെ ഇന്ററാക്റ്റീവ് ആക്കാൻ നോക്കി നമുക്ക് ലൈവ്ലി ആയിട്ടുള്ള ഒരു അവതരണമായിരുന്നു. നമുക്ക് ആ ബുക്കിന്റെ ഒരു അനുഭൂതി പകരാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ടീച്ചർക്ക് ഫീഡ്ബാക്ക് നൽകാൻ വേണ്ടി ആർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. ഫീഡ്ബാക്ക് പറയാ എന്നതിലുപരി ഒരു സന്തോഷമുണ്ട്. നമ്മൾ വായിച്ചൊരു ബുക്കാണ്. അപ്പൊ അത് ടീച്ചർ അതിന്റെ അതെ, അപ്പൊ അതില് ടീച്ചറെ വിലയിരുത്താൻ നമ്മൾ എത്രത്തോളം വളർന്നിട്ട് നമുക്കറിയാലോ. അയ്യോ, പക്ഷെ അങ്ങനെ എന്നാൽ ഒന്നും പോലും അല്ല, എന്നാൽ പോലും ടീച്ചർ നമ്മൾ വായിച്ചൊരു ബുക്കാകുമ്പോഴേയും അത് വേറെ ഒരാളെ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുകൂടെ എന്താ പറയാ, ആ ഒരു കഥാപശ്ചാത്തലവും ആ കഥാപാത്രങ്ങളൊക്കെ ഒന്നുകൂടെ നമ്മുടെ മനസ്സിലേക്ക് തള്ളിക്കേറി വരും. അപ്പൊ ടീച്ചർക്ക് അത് നന്നായിട്ട് കഴിഞ്ഞു. അത് നമ്മളെ മനസ്സിൽ ഒന്നും കൂടെ അതൊന്ന് വായിച്ചവർക്ക് അതൊന്ന് വീണ്ടും ഒന്നും കൂടെ വായിക്കാനോ അതല്ലെങ്കിൽ ആ മൊമെന്റ്സ് മെമ്മറീസ് ഒക്കെ ഒന്ന് ഓർമ്മ വന്നു. ഇനി വായിക്കാത്തവർക്ക് ഒന്നുകൂടെ വായിക്കാനുള്ള ഒരു പ്രചോദനമായി. നന്നായിരുന്നു ടീച്ചർ, എനിക്ക് ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷബ്ന. ഇനി ആർക്കെങ്കിലും ഇതുപോലെ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരാം. എന്തെങ്കിലും 2 വാക്ക് പറയാൻ വേണ്ടി ഞാൻ പ്രിൻസി മിസ്സിനെ ക്ഷണിക്കുകയാണ്. ഹലോ മിസ്. മിസ്സിന്റെ ഫുള്ള് ബുക്ക് ശരിക്കും വായിക്കുമ്പോൾ നമുക്ക് ഉള്ളിലൂടെ പോകുന്ന പോലെ ടീച്ചർ വളരെ പുഞ്ചിരിയോട് കൂടിയിട്ട് വളരെ വളരെ പ്രസന്റ് ആയിട്ട് കൂടിയിട്ടാണ് ടീച്ചർ അവതരിപ്പിച്ചത്. വളരെ നന്നായിട്ട് ടീച്ചർ. താങ്ക് യു. താങ്ക് യു മിസ്. ഇനി ബുക്ക് വായിച്ചവർക്ക് മിസ് പറഞ്ഞ പോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുന്നോട്ട് അറിയിക്കും. വായിച്ചവരുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ആരും വരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വനിത മിസ്, നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യല്ലേ? മിസ് എന്തായാലും ഞാൻ നന്ദി എന്ന വാക്ക് നമുക്ക് ഇവിടെ എന്താ പറയാ, എനിക്ക് തോന്നി ടീച്ചർക്ക് ഇവിടെ വരുന്നതിൽ ഒരു സന്തോഷം ഉണ്ടായിരിക്കും. കാരണം ടീച്ചറെ ഒരു ഇഷ്ടപ്പെട്ട കാര്യത്തെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എപ്പോഴാണെങ്കിലും ഒരു അവസരം കിട്ടിയാൽ അത് എൻജോയ് ചെയ്യണ വ്യക്തിയാണ് ടീച്ചർ എന്ന് ഞങ്ങള് ടീച്ചറെ വളരെ കുറച്ചു നേരം മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ അതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ എന്തുകൊണ്ടായിരിക്കും രശ്മിയെ എന്തായാലും ടീച്ചറെ നിർബന്ധിച്ച് കൊണ്ടുവന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് കാരണം ചെയ്ത് ലഭിച്ചിട്ടുണ്ട്. അപ്പോ താങ്ക് യു ടീച്ചർ, ആ ഒരു ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ ഈ ഒരു വേദി വരാനും ടീച്ചറുടെ അനുഭവങ്ങളിലൂടെ വാക്കുകളിലൂടെ ഒക്കെ പങ്കുവച്ചതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.